അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ട് എന്നെ ടൂറിന് വിടുമെന്ന്. പോരാത്തന്നെ അച്ഛൻ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടിയല്ലേ. എടാ അതിന് നിന്റെ അച്ഛനെ റിട്ടയർഡ് ആവാൻ പ്രായമായോ? ഇല്ല, പിന്നെ അച്ഛന് പണിയെടുക്കാൻ മടിയായത് കൊണ്ട് അക്ഷയ സെന്ററിൽ ചെന്ന് പ്രായം കൂടി എന്ന് പറഞ്ഞ റിട്ടയർഡ് ആയ മനുഷ്യനാ. എന്തായാലും പോണ ടൂർ എവിടാ പോണേ? ഓൾ ഇന്ത്യ ട്രിപ്പാ. ഓഹോ, അടിപൊളി. കാരണം എന്താണെന്നറിയാമോ? പിള്ളേർ പോകേണ്ട സമയത്ത് പോകേണ്ട സ്ഥലത്ത് പോയിരിക്കണം. എവിടെ പോയാലും കൊള്ളാം. വൈകുന്നേരം 6 മണിയാകുമ്പോ പെരക്കാത്ത കയറിക്കണം. ഓൾ ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെ 6 മണിക്ക് ശേഷം പെരക്കാത്ത കയറണേ. ഒരു കാര്യം ചെയ്യും, ഓൾ ഇന്ത്യ എന്നുള്ള കട്ടി. പിന്നെ ഓൾ പഞ്ചായത്ത് എവിടെ വേണേ കറങ്ങി പഞ്ചായത്തോ? പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ വരെ 6 മണിക്ക് ഇറക്കും. പിന്നെ നിനക്ക് ഓൾ ഇന്ത്യ അച്ഛൻ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തണത്? നിന്നെ കെട്ടിയിട്ട് വളർത്തും. ഇതുപോലെ എന്റെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്ര ഉയരങ്ങളെത്തിയത്. എത്ര ഉയരങ്ങളില്? 5 അടി 8 ഇഞ്ച്. അച്ഛനെ റിട്ടയർഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൃഷിപ്പണിയൊക്കെ അല്ലാതെ അച്ഛന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്തിനാടാ വേറെ പണി? നീ ജനിച്ച പോലെ ആവശ്യത്തിനുള്ള പണി എനിക്ക് തന്നോണ്ടിരിക്കും. ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിരുന്നു, കണ്ടൽക്കാട്ടിലെ ഞണ്ട്. കണ്ടു 3 പ്രാവശ്യം ഞാൻ കണ്ടു. 3 പ്രാവശ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനെന്തോ പറയാനടാ? കാരണം നീ ആവശ്യത്തിനുള്ള കമന്റ് നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിക്കും. പിന്നെ നീ ആയിട്ട് പറയിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ? അത് വേണ്ട. സത്യം പറഞ്ഞ ആ സാരാംശം മനസ്സിലാക്കി ഞാൻ ഓണത്തിന് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഇനി ഇറക്കുന്നു. ഓണത്തുമ്പിയെ പറ്റിച്ച വേനൽ തുമ്പി. നല്ലതാണ്. കാരണം ഇനി മഹാബലിയും കൂടെ ഉള്ള എന്നെ തെറി പറയാൻ. അപ്പൊ ഓണത്തിന് അത് ഇറക്കി വിടുമ്പോൾ അത്തം മുതൽ തിരുവോണം വരെ ഉള്ള അതുകൂടെ സെറ്റ് ചെയ്തേക്കും. എടാ, ഞാൻ കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം എങ്ങും പോകാൻ പാടില്ല. മനസ്സിലായോ? ഞാനിവിടെ ഉണ്ടാവില്ല. നോ. കാരണം നിന്റെ ആന്റിയുടെ വീട് വരെ ഞാനത് പോകുന്നുണ്ട്. കുറച്ച് മണ്ണിടാൻ. ആരുടെ കഞ്ഞിലല്ല, അവിടെ പെരപണി നടക്കുന്നു. റോഡിൽ കിടക്കുന്ന മണ്ണെടുത്ത് അവിടെ വീടിന്റെ അവിടെ കൊണ്ടിടാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏത് പാലം? എടാ, നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 17 വയസ്സുണ്ട്. 17 വയസ്സുണ്ടോ? ഈ 17 വയസ്സിനിടയ്ക്ക് നീ ജനിച്ചു. നീ ഈ വീടിന്റെ മുറ്റത്ത് കളിച്ച് നടന്ന് വളർന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ച് നടന്ന് പഠിച്ചു. ഈ കാലത്തിനിടയ്ക്ക് അത്രയും നിന്റെ കുട്ടിക്കാലവും നിന്റെ കുട്ടിക്കളിയും കാണാൻ ഒരു കുഞ്ഞുടുപ്പ് മേടിച്ചോണ്ട് ഈ മെസ്സി ഒന്ന് ഈ വീടിന്റെ വാതിൽക്ക് വന്നിട്ടുണ്ട്. നീ മെസ്സിയുടെ കളി കാണാൻ ഈ PSC പഠിച്ചാൽ തേങ്ങായി അയക്കും. കാരണം നവംബർ 1 പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചത് എന്തോന്നാ നീ പറഞ്ഞ? ടീച്ചർമാരൊക്കെ സെറ്റ് സാരി കൊടുക്കുന്ന ദിവസം കണ്ടോ? അപ്പോഴും കേരള പിറവിയാന്ന് അവൻ അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വീട്ടിൽ കയറുന്നത് എനിക്ക് ബുദ്ധിമുട്ട്. നിനക്ക് ബുദ്ധിയില്ല. 2 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ പഠിച്ചോണ്ടിരിക്കുന്നവനാ ഞാൻ. എന്ന് കൊല്ലത്തുനിന്ന് എറണാകുളത്തിന് പോകാനായിട്ട് ട്രെയിനകത്ത് ടിക്കറ്റ് എടുത്ത് നൈസായിട്ട് ആരും അറിയാതെ കരുനാപ്പള്ളിൽ ഇറങ്ങി. ഇതുവരെ പിടിച്ചിട്ടില്ലല്ലേ? അത്രയും ബുദ്ധിയുള്ള എന്റെ ഒക്കെ അതൊരു ഇന്റലിജന്റ് കൗണ്ടറാ. നീ എന്നെ അടിച്ചാടാ? അടിക്കും. പക്ഷേ നീ എന്നെ തല്ലിയ കാര്യം അവനെ ഇപ്പൊ വിളിക്കുമ്പോൾ അവനോടെങ്ങാനും പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്ലിങ്കും. അത് പറയരുത്. ബാക്കി ഞാൻ സെറ്റ് കേട്ടോ. മെസ്സേജ് എങ്ങാനും നീ അയച്ചെങ്കിൽ 9445438896 നിന്റെ നമ്പർ. അതെന്റെ നമ്പറാ. നോക്കടാ. സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. തന്റെ മോളെ വേണം സത്യസന്ധയോട് വളർത്താൻ. എന്താ? അവളുടെ നമ്പർ ചോദിച്ചാൽ അവളുടെ നമ്പർ തന്നെ, അതായത് അവളുടെ അമ്മയുടെ നമ്പർ തരരുത്. ഒന്നരയ്ക്ക് ഒരു പെങ്കൊച്ചിന് വാ മോളൂസേ അർജന്റാണ്. നിനക്കറിയോ അർജന്റായിട്ട് ഞാൻ പോലും നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത്രയ്ക്ക് ഓടി പോയിട്ട് താമസിച്ച അച്ഛനായിക്കൂടാ. വാ മോളൂസേ അർജന്റ് പാരാത്രി 1:30. ഒരു മിനിറ്റ് എടോ മുതുപുരാന്ത, കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. ഇയാടെ മോൾ അർജന്റീന ഫാനാ. അർജന്റീന ജയിച്ചു കഴിഞ്ഞപ്പോ വാമോസ് അർജന്റീന അയച്ചതാണോ? അല്ലാതെ വാമോളൂസ് അർജന്റീന എന്നല്ല.